സി ബി ആർ എം ഷഫീർ, നിങ്ങൾ ചുമത്തിയതും നിങ്ങൾ ആരോപിച്ചതും തീർത്തും കള്ളമാണ്. നിങ്ങൾ ആദ്യം പറയാത്ത കാര്യം ഇപ്പോൾ കോടതിയിൽ പറയുന്നു. ഇ പി ജയരാജനെതിരെ ഇന്ന വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണം എന്ന് കോടതി ഉത്തരവിലില്ല. എന്താണ് മറുപടി? അല്ല, ഒന്നാമത്തെ കാര്യം, സത്യത്തിൽ ഷാനിക്ക് ആ CRPC-യുടെ ആ നിയമവ്യവസ്ഥയുടെ അറിവ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഈ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹം താങ്കളെ ചൂഷണം ചെയ്താണ് കേട്ടോ. ഞാൻ അതിന്റെ നിയമം പറഞ്ഞുതരാം. 156 ക്ലോസ് 3 CRPC അനുസരിച്ച് ഒരു കേസ് ഫോർവേഡ് ചെയ്യുമ്പോ ഇന്ന സെക്ഷൻ വെച്ചെടുക്കണം, ഇന്നത് വെച്ചെടുക്കണ്ട, അത് ഒരു മജിസ്ട്രേറ്റും പറയില്ല. നിങ്ങൾ ആ സാമാന്യ ഒരു വിവരമെങ്കിലും നിങ്ങളൊന്ന് പാലിച്ചോ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. The complaint received and forwarded to the SHO പിന്നെ ശംഖുമുഖം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. And take the FIR and investigate immediately and take the report. Sign. വരിയിലൊരു ഒപ്പ്. ഇത്രേ ഉണ്ടാവുള്ളൂ. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഇത്രേ സാധാരണഗതിയിൽ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോ അനിൽകുമാർ പറയാണ്, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അതിനകത്ത് മതശ്രമത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉത്തരവെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഷാനിയെ കാണൂല, കോൺഗ്രസ്സുകാരനെയും കാണൂല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഓക്കെ, അപ്പോൾ ഷഫീറിന്റെ കയ്യിലും കോടതിയുടെ ഉത്തരവ് എത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതും അതാണ്. ഇങ്ങനെ പരാതി അങ്ങോട്ട് കൈമാറുന്നു, കേസെടുത്ത് അന്വേഷിക്കൂ എന്നല്ലേ കോടതി പറഞ്ഞത്. പക്ഷേ ശ്രീ അനിൽകുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് ശ്രീ അനിൽകുമാർ? ഞാനത് ഇത്രയും നേരമായി എന്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഉത്തരവിൽ എന്താണ് പറയുന്നത് ചോദിച്ചാൽ അല്ലെ, ഒന്ന് വായിക്കാൻ പറഞ്ഞേ. 307 ഒഴിച്ചുള്ള കേസെടുക്കാൻ പറഞ്ഞത് എനിക്ക് ഞാൻ കേട്ടെ. എന്റെ ഉത്തരവുണ്ട്. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. ദി കംപ്ലൈന്റ് ആസ് പെർ ദി നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടക്കറി കുരുങ്ങി പ്രൊവിഷൻസ്, അത് ഫയൽ ചെയ്യേണ്ട പ്രൊവിഷൻസ് ആർ ഫുൾഫിൽഡ്. 6 documents produced. എന്നിട്ട് 154(1) 154(3) CRPC പ്രകാരം കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേണം, കംപ്ലൈന്റ് ഈസ് ഫോർവേഡഡ് ടു SHO വലിയതുറ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 156 CRPC of FIR by treating this as an FIS. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ, കോടതി ഇങ്ങനൊരു പരാതി സത്യമാണ് ഞാൻ വിശ്വസിച്ചു എന്നല്ല, എന്റെ ഒരു നിയമപരമായ പരാതി കിട്ടി ചളമായെന്ന് തോന്നുന്നു. അപ്പോൾ വ്യക്തമാണല്ലോ ശ്രീ അനിൽകുമാർ, താങ്കൾ ഉന്നയിച്ചത്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ദയവായി കേൾക്കൂ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് ഇപ്പൊ ഷാനിക്ക് ബോധ്യപ്പെട്ടോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കേൾക്കൂ, കോടതി നടപടി എന്താണെന്ന് ഷാനിക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടോ? ദയവായി കേൾക്കൂ. ഇതിങ്ങനെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്തരം ചർച്ചയ്ക്ക് താല്പര്യമില്ല. മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ പോണോന്ന് ചർച്ചയ്ക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് താല്പര്യമില്ല കേട്ടോ. ഇല്ല, ഇത് പരിപാടിക്ക് താല്പര്യമില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്